3-ാം അധ്യായം 19-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. വേറെ ആരുടെയും നിറവിനല്ല, ദൈവത്തിൻ്റെ നിറവിൽ നമ്മൾ നിറഞ്ഞു വരിക. എഫെസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണിയാണ്. എഫെസ്യ ലേഖനം 7കളുടെ പുസ്തകമാണ്. ഓരോ അധ്യായത്തിലും 7കൾ അടങ്ങിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ 7കളാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെ 7കളാണ് 1-ാം അധ്യായത്തിൽ മുഴുവൻ. അവൻ ദത്തെടുത്തു, വീണ്ടെടുത്തു, മുൻ നിയമിച്ചു എന്നൊക്കെ പറഞ്ഞ് 1-ാം അധ്യായം മൊത്തം അങ്ങനെ കിടക്കുകയാണ്. 2-ാം അധ്യായത്തിലെ 7കൾ കിടക്കുന്നത് 2-ാം അധ്യായത്തിൽ മുൻപേ നമ്മൾ ആരായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയാൽ ജാതികളായിരുന്നു എന്ന് പറഞ്ഞ് 2-ാം അധ്യായം 1 തൊട്ട് കിടക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആമേൻ ഒരു പ്രാർത്ഥന കിടക്കുന്നത്. 1-ാം അധ്യായത്തിലും പ്രാർത്ഥനയുണ്ട്, 3-ാം അധ്യായത്തിലും പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് കിട്ടേണ്ട 7 അനുഗ്രഹങ്ങളെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. സ്തോത്രം. പ്രാപിക്കാനുള്ള 7 അനുഗ്രഹങ്ങൾ. സ്തോത്രം. പ്രാപിച്ച 7 അനുഗ്രഹങ്ങളാണ് 1-ാം അധ്യായത്തിൽ കിടക്കുന്നതെങ്കിൽ ഇനി പ്രാപിക്കാനുള്ള 7 അനുഗ്രഹങ്ങളാണ് 3-ാം അധ്യായത്തിൽ കിടക്കുന്നത്. അതിനുവേണ്ടിയാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ 6 അധ്യായങ്ങളും 7കളുടെ പുസ്തകങ്ങളായിട്ടാണ്. 7കൾ പരാമർശിക്കുന്നത് കൊണ്ട് 7കളുടെ പുസ്തകമായിട്ടും നമുക്ക് എഫെസ്യ ലേഖനം പഠിക്കാൻ സാധിക്കും. സ്തോത്രം. അപ്പം നിറവുകൾ, ആരുടെ നിറവുകളാണ് വേണ്ടത്? ക്രിസ്തുവിൻ്റെ നിറവ് നമുക്ക് വരണം. അവനിലാണ് എല്ലാ സർവ്വസമ്പൂർണതയും അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിൽ എന്തൊക്കെ നിറഞ്ഞിട്ടുണ്ടോ ആ നിറവിലേക്ക് നമ്മൾ വരണം. സ്നേഹത്തിൻ്റെ നിറവ്, സന്തോഷത്തിൻ്റെ നിറവ്, സമാധാനത്തിൻ്റെ നിറവ്, അനുസരണത്തിൻ്റെ നിറവ്, പരിശുദ്ധാത്മ നിറവ്, അങ്ങനെ യേശുവിലുള്ള എല്ലാ നിറവും ദൈവമക്കളിലേക്ക് വരുന്നതാണ് യഥാർത്ഥ ആത്മീയത. സ്തോത്രം. ഞാൻ ദൈവത്തെ അതിനെന്താ ബൈബിൾ പറയുന്നതെന്നറിയോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം കറക്റ്റ് വാക്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. യേശു ജനിച്ചപാട് എന്താ പറഞ്ഞ്? ജനിച്ചു വളരുമ്പോൾ സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നിറഞ്ഞെന്നുള്ളതാണ്. മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയുള്ളവനായി വളർന്ന കർത്താവ് സകല ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും നിറഞ്ഞു വന്നവനാണ് കർത്താവ്. സ്നാപയോഹന്നാനും നിറവുള്ളവനാണ്. സ്തേഫാനോസിനും നിറവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളും നിറയപ്പെടണം. സ്തോത്രം. ഇപ്പോൾ ദൈവദാസ നിറവിനെ കുറിച്ചാണ് നമുക്ക് ക്ലാസ് എടുത്തത്, അല്ലേ? ഇനി നമ്മൾ എന്ത് നിറയാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു 5 ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ നിറയേണ്ട വിഷയമുണ്ട്. ഏതാ? പരിശുദ്ധാത്മാവിൽ നിറയുക, കൃപയിൽ നിറയുക, വചനത്തിൽ നിറയുക, സ്തോത്രം, അങ്ങനെ ജ്ഞാനത്തിൽ നിറയുക, വിവേകത്തിൽ നിറയുക, അങ്ങനെ കുറേ കാര്യം. യേശുവിൻ്റെ നിറവ് നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ ഏതൊക്കെ നിറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് 2 ഭാഗങ്ങളായിട്ട് ചിന്തിക്കാം. സ്തോത്രം. വായിച്ച നിങ്ങൾ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 45-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട്. അത് മതി. ആ അസൂയ നിറഞ്ഞു എന്നുള്ളതിനൊന്ന് അണ്ടർലൈൻ ചെയ്തു. കണ്ടോ? ദൈവമക്കളിലൂടെ നടക്കുന്ന വിടുതലുകളും 1-ാം മിഷണറി യാത്രയിൽ പൗലോസിലും ബർണബാസിലൂടെയും ചെയ്തെടുക്കുന്ന ദൈവിക വിടുതൽ കണ്ടപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുക, യഹൂദന്മാർ അസൂയ നിറഞ്ഞു. യഹൂദന്മാർക്ക് അസൂയ നിറഞ്ഞു. ആരെങ്കിലും നന്നായി ഒന്ന് പ്രയോജനപ്പെടുന്ന കണ്ടാൽ, ആരെങ്കിലും നല്ല നിലയിലൊന്ന് കയറി വരുന്ന കണ്ടാൽ, ജോലിയിലോ ഫിനാൻഷ്യൽ മേഖലയിലോ ഏതെങ്കിലും മേഖലയിൽ ഒന്ന് കയറി വന്നാൽ, ദൈവമക്കളെ നിങ്ങൾക്ക് അസൂയുണ്ടോ? ഹലോ, അസൂയ നിറയാറുണ്ടോ? പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നില്ല, ആകയാൽ എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ അസൂയയും, അങ്ങനെ എഴുതിയിരിക്കുന്നത്, എല്ലാ അസൂയയും 2-ാം അധ്യായത്തിൽ എല്ലാ അസൂയയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, അല്ലേ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം എന്നാണ് പറയുന്നത്. അസൂയ ദൈവമക്കൾക്കുണ്ടോ? സ്തോത്രം. അസൂയ നിറയരുത്. നല്ല വീട് വെച്ചാലോ ആരെങ്കിലും ദൈവം ഏതെങ്കിലും വിധത്തിൽ ദൈവമക്കളെ ഉയർത്തുകയോ ചെയ്താൽ ഒരുവൻ്റെ നന്മയിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ പഠിക്കണം. അസൂയപ്പെടാൻ പാടില്ല. സ്തോത്രം. സഭകളിലെ ദൈവമക്കൾ, വിശേഷാൽ കൂടി വരുന്ന ദൈവമക്കൾ ആരുടെയെങ്കിലും നന്മയിൽ സന്തോഷിക്കുകയല്ലാതെ അസൂയപ്പെടാൻ പാടില്ല. സ്തോത്രം.
അസൂയ പാടില്ല ദൈവമക്കൾക്ക്. അസൂയയുടെ നിറവ് പാടില്ല. ഇനി 19-ാം അധ്യായം എടുത്ത് അപ്പോസ്തലപ്രവൃത്തി 19:28. അവരിത് കേട്ട് ക്രോധം നിറഞ്ഞവരായി. കണ്ടോ, ക്രോധം നിറഞ്ഞു, ഭയങ്കരമായിട്ട് ക്രോധം നിറയുക. സ്തോത്രം. ദൈവദാസന്മാരിലൂടെ ചെയ്തെടുക്കുന്ന വിടുതലുകളും ശുശ്രൂഷകളും ഒക്കെ കേട്ടപ്പോൾ, ദൈവപ്രവൃത്തി കേട്ടപ്പോൾ അവർക്ക് ക്രോധം നിറഞ്ഞു. എല്ലാ മനുഷ്യരും എപ്പോഴും എല്ലാ രീതിയിലും നിങ്ങളോട് സ്നേഹത്തിലാകണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ചുറ്റുവട്ടത്തുള്ളതോ പുറത്തുള്ളവരോ അവർ നിങ്ങളിലൂടെ ചെയ്തെടുക്കുന്ന പല ദൈവപ്രവൃത്തി കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ക്രോധം നിറയും. പക്ഷെ ദൈവമക്കൾക്ക് അസൂയ നിറയാൻ പാടില്ല, ദൈവമക്കൾക്ക് ക്രോധം നിറയാൻ പാടില്ല. സ്തോത്രം. ഇനി 3 ദൈവമക്കൾ നിറയാൻ പാടില്ലാത്തത്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടു, എല്ലാവരും കോപം നിറഞ്ഞു. പള്ളിയിൽ ഉള്ളവർ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്, മാനിഫെസ്റ്റോ. യേശു കർത്താവ് തൻ്റെ നയപ്രഖ്യാപനം സഭയിൽ പറയുകയാണ്, നസ്രത്തിൽ പറയുകയാണ്. അപ്പോൾ യേശു പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കേട്ട് കൈയടിക്കേണ്ടതിന് പകരം അവരെല്ലാം കോപം നിറഞ്ഞവരായി. ആമേൻ. ദൈവമക്കളെ, ശരിക്കും ഞാൻ പണ്ട് നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ദൈവവചനം കേൾക്കുമ്പോൾ 5 കാര്യം നമ്മുടെ ഇടയിൽ നടക്കണം. 1, പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന, ദൈവവചനത്തിന് മുമ്പിൽ ഹൃദയത്തിൽ ചിലപ്പോൾ കുത്തുകൊള്ളാം. അത് 2-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നന്നായി അനുസരിച്ച് കേൾക്കുന്ന ഒരു ദൈവമക്കളാണെങ്കിൽ ചിലപ്പോൾ ദൈവവചനം നിൻ്റെ ഹൃദയത്തെ കുത്തുന്നിരിക്കും. സ്തോത്രം. അത് നിനക്ക് മാനസാന്തരപ്പെടാനാണ്. ഹൃദയത്തിൽ കുത്തുകൊണ്ട 3000 പേര് മാനസാന്തരപ്പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചു. ദൈവവചനം നിൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടോ, കുത്തുകൊള്ളുന്നുണ്ടോ, അതിനെ പ്രതികരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആഴമായൊരു മാറ്റം ഉണ്ടാകുക, മാനസാന്തരം ഉണ്ടാകുക. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം, അവർ യേശു വചനം പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തിയെന്ന വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കത്തി. സ്തോത്രം. ശരിക്കും ദൈവം വചനം പൊരുൾ തിരിച്ചു തന്നാൽ, ദൈവദാസന്മാർ വചനം പൊരുൾ തിരിച്ചു തന്നാൽ ആ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം കത്തും. ഇതിൻ്റെ അകത്ത് ഇത്ര മർമ്മം ഉണ്ടായിരുന്നോ, ഇത്ര ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്ന് ചിലപ്പം ചിന്തിക്കും. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, നമ്മൾ ചിന്തിക്കാത്ത ചില ആഴമേറിയ കാര്യങ്ങൾ, ആമീൻ, ഇടപെട്ട കാര്യങ്ങൾ. ഞങ്ങളുടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസ പാസ്റ്റർ കെ.ഒ. തോമസ് പാസ്റ്റർ ഭയങ്കര ആഴമായ ദൈവവചനം പഠിപ്പിക്കുന്ന ദേവദാസനാണ്. അദ്ദേഹം യെശയ്യാ പ്രവചനത്തിൽ കുറിച്ച് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ വചന ഹൃദയം അങ്ങ് കത്തുക. അന്നേരം നമുക്ക് പറഞ്ഞു തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നതെന്നറിയോ, ദൈവമേ ഈ ക്ലാസ് നിർത്തരുതേ എന്നൊരു ചിന്തയാണ്. മനസ്സിലാവും? ശരിക്കും വചനം നന്നായി നിങ്ങളുടെ ഇടയിൽ ഇടപെട്ടാൽ ആ പ്രസംഗം നിർത്തരുതേ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് 9 മണി ആയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. കാരണം നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, വചനം ക്രിയ ചെയ്യുന്നില്ല, കത്തുന്നില്ല. ഇവിടെ എമ്മൗസിലേക്ക് ശിഷ്യന്മാർ പോകുമ്പോൾ അവരുടെ കൂടെ കർത്താവ് നടക്കുക, പക്ഷെ അവർക്ക് അത് മനസ്സിലാകുന്നില്ല. അവരുടെ കണ്ണ് നിരോധിച്ചു. പക്ഷെ ദൈവം വചനം പൊരുൾ തിരിച്ചു. പ്രവാചകന്മാർ എഴുതിയ വചനങ്ങൾ, ന്യായപ്രമാണങ്ങൾ, തിരുവെഴുത്തുകൾ പൊരുൾ തിരിച്ചു കൊടുത്തു. ആ തിരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തി. സ്തോത്രം. അങ്ങനെ കത്തിയത് കൊണ്ടാണ് അവർ അവിടുന്ന് എന്ത് ചെയ്തത്, പിന്മാറിപ്പോയവർ മടങ്ങി വീണ്ടും യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നത്. നമ്മുടെ പിന്മാറ്റങ്ങൾ മാറണമെങ്കിൽ വചനം നമ്മുടെ അകത്ത് കത്തണം, ക്രിയ ചെയ്യണം. സ്തോത്രം. പിന്നീട് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. ദൈവവചനം, ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വചനം ശുദ്ധിയുള്ളതാണ്, പക്ഷേ വചനം ശരിക്കും നിങ്ങളെ ചെത്തും. അല്ലേ? വചനം നിങ്ങളെ ചെത്തും. 15-ാം അധ്യായം 1 തൊട്ടൊന്ന് വായിച്ച്. അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 4-ാം വാക്യം. ചെത്തി വെടിപ്പാക്കി അധിക ഫലം കായ്ച്ച് കർത്താവിൽ വസിക്കുന്ന ഒരു മുന്തിരിവള്ളിയെ പോലെ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ദൈവവചനം നമ്മളിൽ വെളിപ്പെടുമ്പോൾ
ദൈവം നമ്മളെ ചെത്തുന്ന ദൈവമാണ്. എസ്രയുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും ചേർത്ത് പഠിച്ചാൽ വചനത്തിന് മുമ്പിൽ മഹാഭയം ഉണ്ടായി, വചനത്തിൻ്റെ മുമ്പിൽ വിറച്ചു, വചനത്തിന് മുമ്പിൽ മഹാസന്തോഷമുണ്ടായി. ഇതെല്ലാം വാക്യങ്ങൾ കിടക്കുകയാണ്. വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ. അപ്പം ദൈവ വചനം ശരിക്കും ക്രിയ ചെയ്യണം. ഇവിടെ യേശു പ്രസംഗിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും നടക്കേണ്ടത്. വചനം ചെത്തുകയായിരുന്നു നടക്കേണ്ടത്, വചനത്തിൽ കുത്തുകളായിരുന്നു ഉണ്ടാകേണ്ടത്, വചനത്തിന് മുമ്പിൽ ഹൃദയം തകരുമായിരുന്നു ചെയ്യേണ്ടത്, കത്തുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവർക്ക് കോപം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. വചനത്തിൻ്റെ മുമ്പിൽ കോപം വരുന്നുണ്ടോ? നിങ്ങളെ ടച്ച് ചെയ്യുന്ന വചനം പറയുമ്പോൾ നിങ്ങൾ കോപിക്കുവാണോ ചെയ്യുന്നത്? സ്തോത്രം. അവിടെ കോപിക്കാൻ ഒരു കാരണമുണ്ട്. യേശു യഹൂദന്മാരുടെ രക്ഷയെക്കുറിച്ചും വിടുതലിനെ കുറിച്ചും ഒക്കെ, ബദ്ധന്മാർക്ക് വിടുതൽ, രോഗികൾക്ക് സൗഖ്യം, മുടന്തന്മാർക്ക് സൗഖ്യം എന്നൊക്കെ വിഷയങ്ങൾ വെച്ച് കർത്താവ് പ്രസംഗിച്ചപ്പോൾ അവർ കൈയടിച്ചു. പക്ഷെ സാരാഭാത്തിലെ വിധവ, ആ വിധവയുടെ അടുക്കലാണ് ഏലിയാവിനെ അയച്ചതെന്ന് പറഞ്ഞ് കർത്താവ് പ്രസംഗിച്ചപ്പം ജാതികൾക്കും ഒരു വിടുതലുണ്ടെന്ന്, യേശുവിലൂടെ വിടുതലുണ്ടെന്ന്, ദൈവത്തിൽ വിടുതലുണ്ടെന്ന് യേശു പ്രസംഗിച്ചപ്പം യഹൂദന്മാർ ജാതികളുടെ വിടുതൽ അംഗീകരിക്കുന്നില്ല. ആ വിഷയത്തിലാണ് അവർക്ക് കോപം ഉണ്ടാകുന്നത്. അങ്ങനെ യേശുവിനെ തള്ളിയിടാൻ വേണ്ടി വരെ അവർ നോക്കി, വലിയ മലയുടെ മുകളിൽ നിന്ന്. സ്തോത്രം. ദൈവമക്കളെ, വചനത്തിന് മുമ്പിൽ കോപിക്കരുത്. ദൈവമക്കൾ കോപത്തിൽ നിറയരുത്. നിങ്ങൾക്ക് കോപമുണ്ടോ? ഭാര്യമാരോട് ചോദിച്ചറിയാം ഭർത്താക്കന്മാർക്ക് കോപമുണ്ട്. ഭർത്താക്കന്മാരോട് ചോദിച്ചറിയാം ഭാര്യമാർക്ക് കോപമുണ്ടോ എന്ന്. സ്തോത്രം. അതുകൊണ്ട് കോപം പാടില്ല. കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് എഴുതിയേക്കുന്നു. പിന്നെ വിശുദ്ധ കോപമുണ്ട്. യേശുവൊക്കെ കോപിച്ചതുപോലെ, ദേഷ്യപ്പെട്ടതുപോലെ. ആലയത്തിൽ അശുദ്ധി കണ്ടപ്പോൾ കർത്താവ് ചാട്ടവാറെടുത്ത് ദേഷ്യപ്പെട്ട് അശുദ്ധി പുറത്താക്കി. അത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള കോപമാണ്. സ്തോത്രം. നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ, കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ എണീറ്റു, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ 2-3 വട്ടം വിളിച്ചു, എണീറ്റിരിക്കും, നമുക്ക് എന്ത് തോന്നും? 2 അടി വെച്ച് കൊടുക്കാൻ തോന്നില്ല. അത് വിശുദ്ധ കോപം. അത് കുഴപ്പമില്ല, 2 എണ്ണം കൊടുത്താലും കുഴപ്പമില്ല, കയറി വന്നു. സ്തോത്രം. അകാരണമായി കോപിക്കരുത്. ആവശ്യമില്ലാത്ത വിഷയത്തിൽ കോപിക്കരുത്. കോപത്തിൽ നിറയരുത്. അത് പാപത്തിനിടയാകും എന്ന് പറയും. ഇനി ലൂക്കോസ് സുവിശേഷം 5-26 വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 5-26 വാക്യം. ഭയം നിറഞ്ഞവരായി തീർന്നു. ദൈവമക്കളെ, ഭയം നിറയരുത്. ഭയം നിറഞ്ഞാൽ ഇതിൻ്റെ കോണ്ടസ്റ്റ് വേറെയാണ്. ദൈവത്തെ ഭയപ്പെടണം, പക്ഷെ മനുഷ്യനെ ഭയപ്പെടരുത്. ദൈവത്തെ ഭയപ്പെടണം. കൊന്നിട്ട് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവൻ ദൈവമാണ്. ആ ദൈവത്തെ ഭയപ്പെടണം. പക്ഷേ കൊന്നിട്ട് നരകത്തിൽ തള്ളാൻ കഴിയാത്ത സാത്താനെ നിങ്ങൾ ഭയപ്പെടരുത്. 3 വിധ ഭയമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. 1 സാത്താന്യ ഭയം, 2 മാനുഷിക ഭയം, 3 ദൈവഭയം. നമുക്ക് വേണ്ടത് ദൈവഭയമാണ്, അല്ലാതെ മറ്റൊരു ഭയവും ദൈവമക്കൾക്ക് പാടില്ല. സ്തോത്രം. ദൈവഭയം ദൈവമക്കളിൽ ഉണ്ടാകട്ടെ. ദൈവഭയം ഉണ്ടെങ്കിലേ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാൻ കഴിയത്തുള്ളൂ. അതാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് മറ്റൊരു സ്ഥലത്തിലേക്ക് വരാം. നിറവിനെക്കുറിച്ച്, യഥാർത്ഥ നിറവ് എന്താണെന്ന് പഠിപ്പിക്കാം. 6-ാം അധ്യായം എടുത്തേ. ലൂക്കോസ് 6-ാം അധ്യായം 11-ാം വാക്യം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി എഴുതി വെച്ചത്. കണ്ടോ? അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് നിറഞ്ഞു? ഭ്രാന്ത് നിറയരുത്. അപ്പം ഇതൊന്നും ദൈവമക്കളിൽ നിറയാൻ പാടില്ല എന്നുള്ളതാണ് ബൈബിൾ പഠിക്കുന്നത്. 1 അസൂയ നിറയരുത്, 2 ക്രോധം നിറയരുത്, 3 കോപം നിറയരുത്, 4 ഭയം നിറയരുത്, 5 ഭ്രാന്ത് നിറയരുത്. ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ല. അതുകൊണ്ട് ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായിത്തീരുക, ക്രിസ്തുവിന്റെ നിറവുള്ളവരായിത്തീരുക, അവന്റെ നിറവോളം നിറഞ്ഞു വരിക. ആത്മനിറവുള്ളവരായിരിക്കണം ദൈവമക്കൾ. എഫെസ്യ ലേഖനം തന്നെ എടുത്ത് നിങ്ങൾ ആ നിറവ് എന്താണെന്ന് പറഞ്ഞുതരാം. ആത്മാവ് നിറഞ്ഞാലുള്ള ലക്ഷണം 5-18 വാക്യം വായിക്കുക. 5-18 വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്ത്
ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. 7 കാര്യം ചെയ്യണം. നിറവുള്ളവൻ 7 കാര്യം ചെയ്യണം. സ്തോത്രം. ആത്മാവ് നിറഞ്ഞവനായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആത്മനിറവിൻ്റെ ലക്ഷണം. നിങ്ങൾ ആത്മനിറവുള്ളവരായി തീരുക. ഈ കോട്ടേജ് മീറ്റിങ്ങിൽ, ഈ കൂടാരത്തിൽ ഒരുമിച്ച് നമ്മൾ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ആത്മനിറവുള്ളവരായി തീരട്ടെ. അനാവശ്യ നിറവുകളെല്ലാം മാറട്ടെ. ദൈവിക നിറവുള്ളവരായി തീരട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒന്നിച്ചു കൂടിയിരുന്നു. അവിടെ കൂടിയിരുന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആമേൻ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറച്ചതുപോലെ ഇന്ന് രാത്രി നമ്മുടെ കൂടാരത്തെ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. സ്തോത്രം. നമുക്ക് ഈ ദിവസങ്ങളിൽ സമാധാനത്തിന് നിറവും സന്തോഷത്തിന് നിറവുമുള്ളവരായി തീരാം. ഈ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. വാക്യമല്ല, ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ശൗലിൻ മേൽ ഈ നിറവുകളെല്ലാം ഉണ്ടായിരുന്നു. ശൗലിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ആത്മീയ നിറവല്ല. അസൂയയും കോപവും പാപവും എല്ലാം അവൻ്റെ മേൽ നിറഞ്ഞു. ക്രോധമൊക്കെ നിറഞ്ഞു, കോപം നിറഞ്ഞു, ഭയം നിറഞ്ഞു, ഇതെല്ലാം നിറഞ്ഞു. പക്ഷേ ഒരു സൈഡിൽ അവൻ ഇതെല്ലാം നിറഞ്ഞപ്പോൾ മറു സൈഡിൽ ദാവീദ് ആത്മാവിൽ നിറയപ്പെട്ടവനായി തീർന്നു. ദുരാത്മാവ് വന്നപ്പോൾ ഇവൻ ഇതിലെല്ലാം നിറയപ്പെട്ടു. പക്ഷെ ആത്മാവ് വന്ന ദാവീദ് സകല കോപത്തിൽ നിന്ന് വഴിമാറാനിടയാക്കി. പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത് സ്തേഫാനോസിനെതിരെ മറ്റുള്ളവർ കോപം നിറഞ്ഞു വന്നപ്പോൾ സ്തേഫാനോസ് ആത്മാവ് നിറഞ്ഞവരായി തീർന്നതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിറയാം, പരിശുദ്ധാത്മാവിൽ നിറയാം.